ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ വിശേഷം കുട്ടികളെ, സുഖല്ലേ? എല്ലാവർക്കും സുഖം, സമാനം, സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ഞാനിതിൽ 2 വലിയ ഉള്ളി എടുത്തരിഞ്ഞിട്ട് വാട്ടാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുത്തിയിട്ട് ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ഇതിലിട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. നല്ലോണം വയല് നമ്മളെന്താ ഭക്ഷണം കഴിക്കുന്നത് അത് ഇടുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ അത് കാണാത്ത ഒന്നല്ല, എല്ലാവരും കണ്ടവർ തന്നെ ആയിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴെങ്കിലുമൊക്കെ എന്നും എടുത്തിടുന്നെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇടേണ്ടിട്ടാണ്. പിന്നെ അത് കോഴി ഞാൻ മുളക് അരട്ടിയിട്ട് ഒരു 2 മണിക്കൂർ അങ്ങനെ തേച്ച് വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെയും വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കുറച്ചൊരു കളറും കൂടെ ആവാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലോണം ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണം ഇഞ്ചി പൊട്ടിച്ചതും കുത്തിയതും തക്കാളിയാണ് കേട്ടോ. അത് കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചാണ്. അത് വറുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കിടന്ന് വേവട്ടെ. ഇതൊക്കെ നല്ലോണം വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം അയക്കുന്ന ഇതിലേക്ക് ഞാൻ റെഡി ആയിട്ടാ. ഇതിലേക്ക് ഞാനിതാ മല്ലിമുളക്, മഞ്ഞൾ, സർവ്വസുഗന്ധി നല്ലൊരു പൊടി കേട്ടോ. അത് ഇട്ടാൽ നമുക്ക് വേറെ ഒരു പൊടി ഇടണ്ട. ഒരു നുള്ളു പഞ്ചസാര ഇതും കൂട്ടിയിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വറക്കണം. വറക്കേണ്ട ആവശ്യമില്ല, വറക്കണം നമ്മൾ വീട്ടിൽ വറക്കണമല്ലോ. ഇത് ഞാൻ എണ്ണയിലിട്ടിട്ട് ഇത് തക്കാളിയിലിട്ടൊന്നും ഇങ്ങനെ വഴറ്റാണ്. തക്കാളി ഇട്ടൊന്നും ഇങ്ങനെ വഴറ്റുക. ഞാൻ മിക്കവാറും പച്ചക്കാണ് വെക്കൽ. ഞാനങ്ങനെ വഴറ്റി വെക്കാറില്ല, എപ്പോഴെങ്കിലും വഴറ്റി വെക്കാറുള്ളൂ. എനിക്ക് പച്ചക്ക് കുഴച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം കറി. അപ്പം ഞാൻ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്കി വെക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഞാനിതാ മുളക് അരട്ടയും മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം അതുകൊണ്ട് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഞാൻ ദിവസം തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് പച്ചവെള്ളമല്ല കേട്ടോ, തിളയ്ക്കുന്ന വെള്ളമാണ്. ആവി പോകുന്നുണ്ടോ? ഉണ്ടോ? തിളയ്ക്കുന്നുണ്ടോ? തിളച്ച വെള്ളമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് ഇതാ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. തോല് പൊക്കിയിട്ടില്ല. തോല് പോക്കാതെ വെക്കുന്നതാണ് നല്ലത്. കുതിർത്തിട്ട് നല്ല അരച്ച് കഴുകിയതാണ്. കാരണം തോല് പിന്നെ പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ വയറ്റിന് ഗ്യാസ് ഉണ്ടാവില്ല. ആ ഗ്യാസിന് നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ തോല് പൊളിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തിന്നണത്. തോല് പൊളിച്ചിട്ട് വെച്ചാൽ ഗ്യാസ് ഉണ്ടാവും. അപ്പം ഇനി അവിടെ കിടന്ന് വേവട്ടത് കേട്ടോ. ഞാനില്ലേ ഇതിലേക്ക് ഇതാ ഒരൊറ്റ പച്ചമുളക് കേട്ടോ. തോനെ മുളകും പൊടിയൊക്കെ ഇട്ടിക്കണ് ഞാൻ അധികം എരിവാകും വെച്ചിട്ട് നല്ല എരിവുള്ള മുളകാണ്, ഒന്ന് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇതിട്ടുങ്ങാണ്ട് കഴിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് 2 കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളെ കറി തിള പറയുന്നു. അങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? വാവ്, വേവട്ടെ. ഉരുളക്കിഴങ്ങ് ഒന്നും കൂടെ വേവട്ടെ. ഉപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, ഹായ്. അങ്ങനെ നമ്മളെ ഉച്ചക്കല ഭക്ഷണം ചോറ് ആയി.
ഇതാ ഇറച്ചിയും ഉരുളക്കിഴങ്ങും വെച്ചത്, മീൻ മുളകിട്ടത്. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.